ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ സ്ത്രീകൾക്കും കർഷകർക്കും വാഗ്ദാനങ്ങളുമായി മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. സ്ത്രീകൾക്ക് 30,000 രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമെ സാമ്പത്തിക സഹായവുമാണ് അധികാരത്തിലെത്തിയാൽ ഉള്ള വാഗ്ദാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവർ NDA പ്രചാരണത്തിനായി ബീഹാറിലുണ്ട്. സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്താൻ പരമാവധി ശ്രമത്തിലാണ് മഹാസഖ്യം. മായി ബഹിൻ മാൻ യോജന എന്ന പേരിലുള്ള പദ്ധതി വഴി അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ 30,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപനം. 1 ക്വിന്റൽ നെല്ലിന് 300 രൂപയും 1 ക്വിന്റൽ ഗോതമ്പിന് 400 രൂപയും താങ്ങുവിലയ്ക്ക് പുറമേ നൽകുമെന്നും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പറഞ്ഞു. NDAയുടെ വനിതാ പ്രവർത്തകരുടെ പ്രത്യേക പരിപാടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുക. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് നിലവിലെ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാജ് ചൗധരി, ഗായിക മൈഥിലി ഠാക്കൂർ തുടങ്ങി പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നവരാണ്. നവംബർ 11-നാണ് ശേഷിച്ച 122 സീറ്റുകളിൽ വോട്ടിംഗ്. 14-ന് ബീഹാറിന്റെ ജനവിധി അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യവും കുഴൽപ്പണവും അടക്കം ബീഹാറിൽ 100 കോടി രൂപ മൂല്യമുള്ള വസ്തുക്കൾ പിടികൂടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീ വോട്ടർമാർ എത്രത്തോളം നിർണായകമായി എന്ന വിലയിരുത്തൽ മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് അവസാന ലാപ്പിൽ പരമാവധി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ. ബീഹാറിലെ പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.